ഡിയർ ചിൽഡ്രൻ, ഫസ്റ്റ് ആക്ടിവിറ്റി ഇവിടെ ബോക്സിനകത്ത് 2 കാറുകളുടെ നമ്പർ തന്നിട്ടുണ്ട്. ദ ഡിജിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് കാർ നമ്പർ, ദ ഡിജിറ്റ്സ് ഓഫ് ദ സെക്കൻഡ് കാർ നമ്പർ. മനസ്സിലായോ? റൈറ്റ് ആൾ ദ 4 ഡിജിറ്റ് നമ്പേഴ്സ്. ആദ്യത്തെ കാർ നമ്പർ ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന എല്ലാ 4 ഡിജിറ്റ് നമ്പറുകളും എഴുതുക. വ്യക്തമായല്ലോ? അതായത് ഇവിടെ 1432 1432 തന്നിട്ടുണ്ട്. ആ സംഖ്യ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. 1432. ഇതാണ് കാർ നമ്പറിലെ ഡിജിറ്റുകൾ. ഈ 4 ഡിജിറ്റ് ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന 4 ഡിജിറ്റുള്ള എല്ലാ നമ്പറുകളും ഈ കോളത്തിനകത്ത് എഴുതുക. അപ്പോൾ നമുക്കിവിടെ എഴുതി നോക്കാം. 1 അവിടെ നിലനിർത്തിക്കൊണ്ട്, ഇപ്പോൾ 1 ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ അവിടെ നിലനിർത്തിക്കൊണ്ട് 3 2 4 എഴുതി. ഇനി നമുക്ക് 2വിനെ ആദ്യം കൊണ്ടുവന്നിട്ട് 1 നിലനിർത്തിക്കൊണ്ട് 2 ഫസ്റ്റിൽ കൊണ്ടുവന്നു, 4 സെക്കൻഡിൽ കൊണ്ടുവന്നു, 3 നെക്സ്റ്റ് ഡിജിറ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് 1000ന്റെ അവിടെ പ്ലേസ് വാല്യൂ ആക്കിക്കൊണ്ട് 3 നമ്പറുകൾ കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഈ 4നെ 1000ന്റെ പ്ലേസിലോട്ട് മാറ്റിക്കൊണ്ട് ബാക്കി 1 3 2 ഈ 3 നമ്പറുകളുടെ സ്ഥാനം മാറ്റി എഴുതി നോക്കാം. ഫസ്റ്റ് ഡിജിറ്റ് 4 എഴുതി, ബാക്കി വരുന്ന 1 3 2 1 3 2 1 3 2. നെക്സ്റ്റ് 4 1000ന്റെ അവിടെ നിലനിർത്തിക്കൊണ്ട് 3 2 1. വീണ്ടും നമുക്ക് 4000 പ്ലേസ് വാല്യൂ കൊടുത്തുകൊണ്ട് 1 അടുത്ത 3 എഴുതി. നെക്സ്റ്റ് 2 1 3. ഓക്കെ, ഇനി നമുക്ക് ഈ 3 എന്ന ഡിജിറ്റിനെ ടെൻസിന്റെ സ്ഥാനത്ത് നിന്നും 1000ന്റെ സ്ഥാനത്തോട്ട് പ്ലേസ് വാല്യൂ കൊടുത്തുകൊണ്ട് ബാക്കി 3 സംഖ്യകളെ ക്രമപ്പെടുത്തി എഴുതാം. 3000 ബാക്കി 1 4 2. നെക്സ്റ്റ് 3000 4 2 1. ഇവിടെ 1 4 2 4 2 1. അടുത്ത് ഏതാ വരേണ്ടത്? 2 1 4. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 2വിനെ 1000ന്റെ സ്ഥാനത്ത് കൊണ്ടുപോയിട്ട് ബാക്കി 1 4 3 എന്ന ഡിജിറ്റുകളെ പ്ലേസ് വാല്യൂ സ്ഥാനം മാറ്റി എഴുതി നോക്കാം. ഇവിടെ 2000 ബാക്കി വരുന്ന 1 4 3. നെക്സ്റ്റ് 2000 4 3 1. നെക്സ്റ്റ് 2000 3 1 4. ഓക്കെ, അപ്പോൾ എത്ര സംഖ്യ കിട്ടി? ഇങ്ങനെ 2 3 4 5 6 7 8 9 10 10 11 12 12 സംഖ്യകളാണ് കിട്ടിയത്. അപ്പോൾ ഈ കോളത്തിൽ വരേണ്ട സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ആൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ യൂസിങ് ദ ഡിജിറ്റ്സ് ഓഫ് ദ സെക്കൻഡ് കാർ നമ്പർ. രണ്ടാമത്തെ കാർ നമ്പർ ഉപയോഗിച്ച് ഇതേപോലെ തയ്യാറാക്കാൻ കഴിയുന്ന കാർ നമ്പർ തയ്യാറാക്കുക. 8657 8657 നമുക്കിവിടെ എഴുതി നോക്കാം. ഇത് മായ്ക്കട്ടെ. ഇതുവരെ ഓക്കെ ആണല്ലോ. 8 6 5 7 8 5 7 6 8 7 6 5. ഇത് കണ്ടോ? 7 6 5. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് 6നെ 1000ന്റെ സ്ഥാനത്തോട്ട് കൊണ്ടുപോകാം. 6 ഇവിടെ 6 കൊണ്ടുവന്നു, ബാക്കി 8 5 7 6 5 7 8. നെക്സ്റ്റ് 6 7 8 5. ഓക്കെ, ഇനി നമുക്ക് 5നെ 1000ന്റെ സ്ഥാനത്തോട്ട് കൊണ്ടുവരാം. 5 1000ന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നപ്പോൾ ബാക്കി ഡിജിറ്റ് 8 6 7. നെക്സ്റ്റ് 5000 6 7 8. then 5000 8 6 7 7 8 6. നെക്സ്റ്റ് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് 7നെ 1000ന്റെ സ്ഥാനത്തോട്ട് കൊണ്ടുവരാം. ബാക്കി 8 6 5നെ ക്രമപ്പെടുത്തി എഴുതാം. 7865 then 7658 then 7586.
അപ്പോൾ എല്ലാ സംഖ്യയുമായല്ലോ. ഒരു ഡിജിറ്റിന് 3 സംഖ്യ, അങ്ങനെ 4 ഡിജിറ്റിന് വന്നപ്പോൾ 4 × 3 12 സംഖ്യകൾ കിട്ടും. 5 ഡിജിറ്റ് ആണെങ്കിൽ 5 × 4 20 സംഖ്യകൾ ലഭിക്കും. ഈ സംഖ്യകൾ വായിക്കാൻ അറിയാമല്ലോ. 8657, 8576, 8765, 8657, 8576, 8765. ഇതേപോലെ ഓരോ സംഖ്യയും വായിക്കുക, അതേപോലെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് the largest number among the numbers made in the box below. നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ ഈ ബോക്സിനകത്ത് നിന്നും ലാർജസ്റ്റ് നമ്പർ എഴുതുക. എഴുതിയതിന് ശേഷം അത് ഇതിനകത്ത് ഫിഗറിലും വേർഡ്സിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഈ രണ്ടാമത്തെ കാർ നമ്പർ ഉപയോഗിച്ച് എഴുതിയ നമ്പേഴ്സിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 1000ന്റെ സ്ഥാനത്ത് ഏറ്റവും വലിയ ഡിജിറ്റ് വരുന്ന സംഖ്യയാണ് നോക്കേണ്ടത്. ഇവിടെ 8000 വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് നോക്കേണ്ടത് 100ന്റെ സ്ഥാനത്തെ ഏറ്റവും വലിയ സംഖ്യയാണ്. 100ന്റെ സ്ഥാനത്തെ ഏറ്റവും വലിയ സംഖ്യ ഇവിടെ 7 ആണ്. 8765 ഈ സംഖ്യയാണ് വരേണ്ടത്. 8765 ഇതാണ് ഇപ്പോൾ തയ്യാറാക്കിയതിൽ ഏറ്റവും വലിയ ഫിഗർ. ഇത് വേർഡ്സിലും ഫിഗറിലും എഴുതുക. 8765. അപ്പോൾ ആദ്യം തയ്യാറാക്കിയതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? ആദ്യം തയ്യാറാക്കിയതിൽ ഏറ്റവും വലിയ സംഖ്യ 4321. നമുക്കിവിടെ 2 സെറ്റ് സംഖ്യയിലെയും ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലഭിച്ച സംഖ്യയാണ്. ഇനി വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് വൺ? ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യ ഇതിൽ 1000ന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത് ഇവിടെ 876231. ഇവിടെ 1000ന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യ 1000 ആണ്. ആ 1000ൽ തന്നെ ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് 100ന്റെ സ്ഥാനത്ത് ഏറ്റവും ചെറിയ സംഖ്യ 432 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ 1243 1243 ആണ് ഇവിടെ വരുന്ന സംഖ്യ. ഇനി എന്താ? ആഡ് എ 0 ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ. ഏറ്റവും വലിയ സംഖ്യയുടെ വലത് സൈഡിൽ ഒരു 0 കൊടുക്കുക, എന്നിട്ട് ആ നമ്പർ എഴുതുക. ഏറ്റവും വലിയ സംഖ്യയുടെ വലത് സൈഡിൽ ഇവിടെ ഏറ്റവും വലിയ സംഖ്യയായിട്ട് നമ്മൾ കണ്ടെത്തിയത് 8765 ആണ്. അതിൻ്റെ വലത് സൈഡിൽ ഒരു 0 കൊടുക്കുക. ഇപ്പോൾ ഇത് എത്ര ഡിജിറ്റ് നമ്പറായി? 1 2 3 4 5 ഡിജിറ്റ് നമ്പർ, അതായത് 87,000 ആയി. 8 10,000 മാറി. 8000 എന്നുള്ളത് 10,000 മാറി 87,650 എന്ന സംഖ്യയാണ് ഇപ്പോൾ ലഭിച്ചത്. 87,650. 87,650. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഡ് 2 zeros ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ. 2 0 ചേർക്കാനാണ്. അപ്പോൾ ഇവിടെ 8765 എന്ന സംഖ്യ എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ 2 0 കൊടുക്കുക. ഇപ്പോൾ എത്ര ഡിജിറ്റായി? 6 ഡിജിറ്റ് നമ്പർ തുടങ്ങുന്നത് ലാഖിലാണ്. ഇപ്പോൾ 8ന്റെ പ്ലേസ് വാല്യൂ 8 ലാഖായിട്ട് മാറി. 8,76,500. 8,76,500. ഇപ്പോൾ നോക്കൂ, വലതു സൈഡിൽ ഒരു 0 വന്നപ്പോൾ 8 10,000ലേക്ക് പോയി 87,650 ആയി. ഒരു 0യും കൂടെ വന്നപ്പോൾ 8 ലാഖായി. 8,76,500. ഇവിടെ 87,650. ഇവിടെ 8,76,500. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഡ് 3 zeros ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ.
ഇവിടെ 8 ലക്ഷം വരെ ആയി. അപ്പോൾ 8 ലക്ഷം കഴിയുമ്പോൾ തൊട്ടടുത്ത പ്ലേസ് വാല്യൂ ഏതാണ്? 8765 എഴുതി 3 സീറോയും കൂടെ കൊടുക്കുകയാണ്. ഇപ്പോൾ എത്ര ഡിജിറ്റായി? 7 ഡിജിറ്റായി. 7 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 8 ലാക്കിൽ വന്ന സംഖ്യ 8 ലക്ഷത്തിൽ നിന്ന് ഈ 8ൻ്റെ പ്ലേസ് വാല്യൂ ഇപ്പോൾ 10 ലക്ഷത്തിലോട്ട് മാറി. 10 ലക്ഷം എന്ന് പറയുമ്പോൾ 80 ലക്ഷം. അപ്പോൾ ഇവിടെ ഇത് വായിക്കും 87,65,000 87,65,000 ആയിട്ട് മാറി. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി. ക്യാൻ യു റൈറ്റ് ദ നമ്പേഴ്സ്? എഴുതാമല്ലോ. 5 ഡിജിറ്റ് നമ്പേഴ്സാണ് തന്നേക്കുന്നത്. 5 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1s, 10s, 100, 1000, 10,000. 10,000 ആണ് പ്ലേസ് വാല്യൂ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ ഈ സംഖ്യ എങ്ങനെ വായിക്കും? 10,000-ൽ തുടങ്ങുന്ന സംഖ്യകളാണ് 5 ഡിജിറ്റ് നമ്പറുകൾ. 10,000-ൽ തുടങ്ങുന്ന സംഖ്യകൾ എങ്ങനെ വായിക്കും? 43,280, 43,280, 43,000 ഒരു കോമ കൊടുക്കാം, 280. ഇവിടെ വേർഡ്സിലാണ് എഴുതേണ്ടത്. അതായത് 43,280 43,280 എന്ന് എഴുതുക. ഇതിന് തൊട്ട് മുന്നിലുള്ള സംഖ്യ ഏതായിരിക്കും? ഏത് സംഖ്യ കഴിഞ്ഞിട്ടായിരിക്കും 280 വരിക? 279 കഴിഞ്ഞാൽ 280 വരും. അപ്പോൾ നമുക്ക് ആ 279 ഇവിടെ എഴുതാം. 279 കഴിഞ്ഞാൽ 280 വരും. 43,000-ന് മാറ്റം വരുമോ? ഇല്ല. 43,279. 279 279 കഴിഞ്ഞാൽ 280. ഇനി ആഫ്റ്ററോ 280 കഴിഞ്ഞാൽ 281. 1000-ൻ്റെയും 10,000-ൻ്റെയും സ്ഥാനത്ത് 43ക്ക് മാറ്റം വരുന്നില്ല. 43,281. 43,281. അപ്പോൾ നെക്സ്റ്റ് 38,269. തൊട്ടടുത്ത സംഖ്യ ഏതായിരിക്കും? തൊട്ട് മുന്നിൽ വരുന്നത് 269 എന്ന സംഖ്യ ഏത് സംഖ്യ കഴിഞ്ഞാണ് വരുന്നത്? 268 കഴിഞ്ഞാണ് 269 വരുന്നത്. 268 കഴിഞ്ഞിട്ടാണ് 269 വരുന്നത്. ഈ 38,000-ന് യാതൊരു മാറ്റവും വരുന്നില്ല. അവിടെ നമുക്ക് 38 അതേപോലെ എഴുതാം. 38,268. 268 കഴിയുമ്പോൾ 269. അത് കഴിയുമ്പോൾ വരുന്ന സംഖ്യ 270. 270ക്ക് തൊട്ട് മുന്നിൽ ഏത് സംഖ്യ വരേണ്ടത്? 38. 38,270. ഇവിടെ ഈ സംഖ്യ വരും, ഇവിടെ ഈ സംഖ്യ വരും. ഈ സംഖ്യ ഇവിടെ വേർഡ്സിൽ എഴുതുക. ഓക്കെ, ഇവിടെ നോക്കൂ, 97 മാറ്റം വരുന്നില്ല. ഇവിടെ 97 അതേപോലെ എഴുതാം. 97,008. 8 കഴിഞ്ഞ് തൊട്ട് മുമ്പുള്ള സംഖ്യ 007. ഇവിടെ 97,000 97,007 കഴിഞ്ഞ് 8 കഴിഞ്ഞാൽ ഇവിടെ ഏത് സംഖ്യ വരും? 9. 97,009. 97,009. ഓക്കെ, ഇവിടെയോ 81,003. 81,003. 81,000-ന് മാറ്റം വരുന്നില്ല. ഇവിടെ 3-ന് തൊട്ട് മുന്നിലുള്ള സംഖ്യ 2. ഇവിടെയോ 81,003 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 4. ഓക്കെ, ഇതേപോലെ ഈ സംഖ്യ ഒന്ന് പറഞ്ഞ്. 45,300. 45,300. ഇവിടെ എങ്ങനെ എഴുതും? 300-ന് തൊട്ട് മുന്നിലുള്ള സംഖ്യ 299. അതിൻ്റെ തൊട്ട് മുന്നിൽ ഏത് വരും? 45,299. ഇവിടെ ഏത് സംഖ്യ വരും? 45,301. 301. ഓക്കെ,
ഇനി ആക്ടിവിറ്റി 3 പോകാം. നമ്പർ ഗെയിമാണ്. വിഷ്ണു ഹാസ് ആഡഡ് ദ ഡിജിറ്റ്സ് ഓഫ് ഹിസ് മൊബൈൽ നമ്പർ. ഇറ്റ് ഈസ് ഷോൺ ബിലോ. വിഷ്ണുവിന്റെ മൊബൈൽ നമ്പറാണ് ഇവിടെ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെ ഓരോ ഡിജിറ്റും സെപ്പറേറ്റ് എടുത്ത് കൂട്ടി, ആ കൂട്ടിയത് ഒരു 2 അക്ക സംഖ്യയാണ്, 2 ഡിജിറ്റ് നമ്പറാണ്. അതിനെ വീണ്ടും കൂട്ടി ഒരു നമ്പർ ഒറ്റ നമ്പറാക്കി മാറ്റിയിട്ടുണ്ട്. നൗ ആഡ് ദ ഡിജിറ്റ്സ് ഓഫ് ദ ഫോൺ നമ്പേഴ്സ് ഓഫ് 2 ഓഫ് യുവർ ഫ്രണ്ട്സ് ഇൻ ദ സെയിം വേ ആൻഡ് ഫൈൻഡ് വെദർ ദ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ. വാട്ട് ഈസ് ഓഡ്, വാട്ട് ഈസ് ഈവൻ? ഓഡ് ഈസ് ഒറ്റ സംഖ്യ, ഈവൻ ഇരട്ട സംഖ്യ. അപ്പോൾ വിഷ്ണുവിന്റെ മൊബൈൽ നമ്പർ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഓടാണോ ഈവനാണോ? ഈവൻ, ഇരട്ട സംഖ്യ. നല്ല ഗെയിമാണല്ലോ, കളിച്ചോളൂ. കളിക്കേണ്ട രീതി, 2 പേര് തമ്മിലിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന മൊബൈൽ നമ്പർ എല്ലാം പറഞ്ഞിട്ട് ഓടാണോ ഈവനാണോ എന്ന് ആദ്യം ഗസ് ചെയ്യണം. കൂടെ ഇരിക്കുന്ന കുട്ടി ഗസ് ചെയ്ത് ഓടെന്നോ ഈവനെന്നോ പറയണം. പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതേപോലെ നമ്പർ എഴുതി കൂട്ടി നോക്കണം. കുട്ടി ഗസ് ചെയ്ത് പറഞ്ഞതാണ് കിട്ടുന്നതെങ്കിൽ ജയിച്ച്. ഓക്കെ, അങ്ങനെ ഈ ഗെയിം കളിച്ചു നോക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, to the disaster relief fund. The amount collected towards the disaster relief fund by 4 Kudumbashree units of a panchayat is given in the table. ടേബിൾ രൂപത്തിൽ ഒരു പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ കളക്ട് ചെയ്ത ദുരിതാശ്വാസ ഫണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Complete the table by writing the numbers of rupee note in each denomination in the amount collected by each unit. ഓരോ യൂണിറ്റും കളക്ട് ചെയ്ത തുകയെ ഇതേപോലെ എത്ര 2000 ഉണ്ട്, എത്ര 500ന്റെ നോട്ട്സ് ഉണ്ട്, എത്ര 50യുടെ നോട്ട്സ് ഉണ്ട്, എത്ര 5ന്റെ നോട്ട്സ് ഉണ്ടെന്ന് എഴുതുക. അപ്പോൾ ആദ്യത്തെ കുടുംബശ്രീക്ക് ലഭിച്ചത് 5690 രൂപയാണ്. ഇത് ടീച്ചർ എഴുതുന്ന രീതിക്ക് തന്നെ നിങ്ങൾ എഴുതണമെന്നില്ല. കാരണം 5690 നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഇവിടെ എഴുതാൻ സാധിക്കും. ടീച്ചർ ഒരു രീതിയിൽ എഴുതാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2000ന്റെ നോട്ട് വെച്ച്. അപ്പോൾ ബാക്കി ഇനി ഇവിടെ എത്ര ഉണ്ട്? 5690 5690 മൈനസ് ഞാൻ ഒരു 2000ന്റെ നോട്ടാണ് മാറ്റിയത്. അപ്പോൾ എത്ര കിട്ടി? ഇവിടെ നോക്കൂ, ഇവിടെ 5690 നിന്നും 2000 കുറയ്ക്കുമ്പോൾ ഇവിടെ എത്ര വരും? 5ൽ നിന്ന് 2 പോയാൽ ബാക്കി 3000 വരും. ചില്ലറ 690 രൂപയും വരും. അതായത് 3690 രൂപ ബാക്കിയുണ്ട്. അതിൽ 500ന്റെ നോട്ട് ഞാൻ ഇവിടെ ഒരു 2 എണ്ണം വെക്കുകയാണ്. 2 500ന്റെ നോട്ടെന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് കുറഞ്ഞത്? 3690 നിന്നും 500 1000 രൂപ കുറഞ്ഞു. ബാക്കി ഇനി എത്രയുണ്ട്? 3690 നിന്നും 1000 കുറഞ്ഞാൽ ബാക്കി 2690 ഉണ്ട്. 2690 ഞാനിവിടെ ഒരു 2050ന്റെ നോട്ട് ഞാനിവിടെ വെക്കുകയാണ്. 2050ന്റെ നോട്ട്. 2050ന്റെ നോട്ടെന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര രൂപയാവും? 50 ഗുണം 20, 2 10. 50നെ എത്ര കൊണ്ട് ഗുണിക്കണം? 50 ഗുണം 20 സമം എത്രയാണ്? 2 10, പിന്നെ 2 0, 1000 രൂപയായി. അപ്പോൾ 50ന്റെ നോട്ട് 20 എണ്ണം ഞാനിവിടെ വെച്ചു. അതായത് 1000 രൂപയാണ് ഇവിടെ വന്നത്. 50നെ 20 കൊണ്ട് ഗുണിക്കുമ്പോൾ 1000 കിട്ടും. ഇനി നമുക്ക് 2690 നിന്നും 1000 കുറയ്ക്കാം. 1000 കുറയ്ക്കുമ്പോൾ ബാക്കി എത്രയാക്കി കിട്ടുന്നത്? 1690. ഇനി 1690 ഉണ്ട്. നമുക്ക് ഒരു 2 ഇവിടെ ഒരു 2500 കൂടെ വയ്ക്കാം. അപ്പോൾ 1000 കൂടെ ഇങ്ങോട്ട് മാറി. 1690 നിന്നും 1000 കൂടെ മാറ്റി. ബാക്കി എത്ര ഉണ്ട്? 690 ഉണ്ട്. ബാക്കി ഇവിടെ 690 ഉണ്ട്. ഈ 690 എത്ര 5 രൂപ നോട്ടുണ്ട്? 690 10ൽ 2 5. 690 എത്ര 10 ഉണ്ട്? 69 10 ഉണ്ട്. 69 10 എന്ന് പറഞ്ഞാൽ 69ന്റെ ഇരട്ടി എത്രയാണ്? 138 തന്നെ.
69ന്റെ ഇരട്ടി. ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? ബാക്കി 690 രൂപയുണ്ട്. 690 രൂപയിൽ എത്ര 5 രൂപ നോട്ടുണ്ടെന്ന് നോക്കി. 10 രൂപയ്ക്കകത്ത് 2 5 രൂപ. അങ്ങനെയാണെങ്കിൽ 690 എത്ര 10 ഉണ്ട്? 69 10 ഉണ്ട്. 69 10-നകത്ത് 69ന്റെ ഇരട്ടി 5 രൂപ കാണും. 69 ഗുണം 2 138 5 രൂപ നോട്ടുകളുണ്ട്. 5690-നെ ടീച്ചർ ഈ രീതിയിലാണ് മാറ്റിയത്. ഒരു 2000-ന്റെ നോട്ട്, 4 500-ന്റെ നോട്ട്, 20 50-ന്റെ നോട്ട്, 138 5-ന്റെ നോട്ട്. ടീച്ചർ ഇങ്ങനെ പിരുത്തെഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അടുത്ത കുടുംബശ്രീയുടെ തുകയും കൂടെ ഇതേപോലെ പിരുത്തെഴുതി കാണിച്ചു തരാം. പക്ഷെ ഇതേ ആൻസർ തന്നെ നിങ്ങൾ എഴുതല്. ഇപ്പോൾ ഈ 5690 5690 ടീച്ചർ എഴുതാത്ത ഒരു വ്യത്യസ്ത രീതിയിൽ കണ്ടുപിടിച്ചെഴുതുക. അതായത് ടീച്ചർ ഇവിടെ ഒരു 2000-ന്റെ നോട്ടാണ് വെച്ചത്. നിങ്ങൾക്കിവിടെ 2 2000-ന്റെ നോട്ട് വെക്കാം. അങ്ങനെ 2 2000-ന്റെ നോട്ട് വെക്കാമെങ്കിൽ ഇവിടെ ബാക്കി 4000 പോയാൽ 1690 വരും. ഇവിടെ ഒരു 1000 കൊടുക്കാം. 1000 കൊടുക്കുമ്പോൾ പിന്നെ 690 വരും. അത് ഇവിടെ 600-ന് നമുക്ക് 12 50-ന്റെ നോട്ട് കൊടുക്കുമ്പോൾ 600 രൂപയായി. 15 60. പിന്നെ 90 രൂപയ്ക്കകത്ത് എത്ര 5 ഉണ്ടെന്ന് നോക്കിയാൽ മതി. 90-നകത്ത് 18 5. അപ്പോൾ ഇവിടെ 18 5-ന്റെ നോട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എഴുതുന്നതും ടീച്ചർ എഴുതിയതും തമ്മിൽ വ്യത്യാസം വരും. ഇവിടെ വേറൊരു രീതിയിലാണ് എഴുതുന്നതെങ്കിൽ അവിടെ വീണ്ടും വ്യത്യാസം വരും. പക്ഷേ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 5690 വരണം. ഒരു 2000 ഇവിടെ 4 5-ന്റെ 500-ന്റെ നോട്ടായപ്പോൾ അത് 2000 4 5 20. 2000 ഇവിടെ 20 50-ന്റെ നോട്ടായപ്പോൾ അത് 1000. ബാക്കി ഇവിടെ 138 5-ന്റെ നോട്ടായപ്പോൾ 138-ന്റെ പകുതി 69. 690. ആകെ കൂട്ടുമ്പോൾ എത്ര വരും? 2 4 5 5690. ഇത് ടീച്ചർ എഴുതിയ രീതി. ഈ രീതിയിൽ ബാക്കി ഈ കണക്കുകൾ ചെയ്യുക. ഓക്കെ. 7060. ഞാനിവിടെ 7060-ന് 3 2000-ന്റെ നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എത്രയായി? 3 2000-ന്റെ നോട്ടായപ്പോൾ 6000 രൂപ അങ്ങ് മാറി. ഇനി ബാക്കി ഇതിനകത്ത് 7060-ൽ 6000 പോയാൽ ബാക്കി 1060 ഉണ്ട്. 1060-ന് ഞാനിവിടെ 2 500-ന്റെ നോട്ട് വെച്ച് 2 500-ന്റെ നോട്ടായപ്പോൾ 1000. അപ്പോൾ 6000 1000 7000 ഇനി 60 രൂപയേ ഉള്ളൂ. 60 രൂപയ്ക്ക് ഞാനിവിടെ ഒരു 50-ന്റെ നോട്ടും വെച്ച് 2 10-ന്റെ നോട്ടും വെച്ച്. ഒരു 50-ന്റെ നോട്ടായപ്പോൾ ഇവിടെ 50. 2 10-ന്റെ നോട്ട് 2 5-ന്റെ നോട്ടായപ്പോൾ 10. ഇനി കൂട്ടി നോക്കിക്കേ. 6000 7000 7060. എളുപ്പമല്ലേ? ഇതാ ഇവിടെ 5000 എന്ന് പറയുമ്പോൾ 2000-ന്റെ നോട്ട് 4000 വെച്ച് പിന്നെ ഒരു 1000-ന് ഇവിടെ 50-ന്റെ നോട്ട് 20 വയ്ക്കുമ്പോൾ 1000 അപ്പം 4000 1000 5000 പിന്നെ ഒരു 5-ന്റെ നോട്ടും കൂടെ വയ്ക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ്? അതിന് ഏതൊക്കെ സംഖ്യകളാണ് കൂട്ടേണ്ടത്? കുടുംബശ്രീ 4 പേരുടെ സംഖ്യകളുടെ തുകകൾ തന്നിട്ടുണ്ട്. ഇത് 4ഉം കൂടെ കൂട്ടുക. ഒന്ന് കൂട്ടി നോക്കാം. ഇവിടെ 0005. അപ്പോൾ ഇവിടെ 1s-ന്റെ സ്ഥാനത്ത് 5, 10s-ന്റെ അവിടെ 9, 9 8 10 15 17 17 6 23. 23-ല് 3 എഴുതി. ബാക്കി 2 100. 6 2 8 8 4 12 12-ല് 12 2. പിന്നെ 1000 ബാക്കി. 5000-ന്റെ കൂടെ 1000 കൂട്ടിയപ്പോൾ 6000. 6 3 9000. 9 7 16000. 16 5 21000. 21235.
അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ 21,215. ഓക്കെ, അപ്പോൾ ഇവിടെ കുടുംബശ്രീക്കാരുടെ സംഖ്യ ദുരിതാശ്വാസ ഫണ്ട് തുകകൾ 2000-ന്റെയും 500-ന്റെയും 50-ന്റെയും 5-ന്റെയും നോട്ടുകളാക്കി പിരുത്ത് എഴുതുക. അടുത്ത ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. 2 പേര് തമ്മിലിരുന്ന് കളിക്കുക. ഇപ്പോൾ കൂട്ടുകാരെ കിട്ടൂല, വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും ചേട്ടനും അനിയനും കളിക്കുക. വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഫോൺ നമ്പർ ഓടാണോ ഈവനാണോ എന്ന് ആദ്യം ഗസ് ചെയ്യുക, എന്നിട്ട് കൂട്ടി നോക്കുക, കളി തുടരുക. ഇവിടെ കാർ നമ്പർ തന്നിട്ടുള്ളത് ഫിഗറിലും എഴുതുക, ബിഫോർ നമ്പറും എഴുതുക, ആഫ്റ്റർ നമ്പറും എഴുതുക. ഇവിടെ എഴുതാൻ നല്ല എളുപ്പമാണ്. അവസാനത്തെ അക്കം മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് 280, 279, 280, 281, 43,000 കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുക. 43,279, 43,281 വേർഡ്സിലും ഫിഗറിലും എഴുതുക. ഇവിടെ നമ്മൾ ഏറ്റവും വലിയ ഡിജിറ്റിൻ്റെ കൂടെ ഒരു 0 കൊടുത്തപ്പോൾ 10,000 ആയിട്ട് മാറി. 2 0 കൊടുത്തപ്പോൾ 10,000-ന്റെ സ്ഥാനത്ത് നിന്നും 8 ലാഖിലോട്ട് പോയി. 3 0 വലതു സൈഡിൽ കൊടുത്തപ്പോൾ 8 ലാഖിൽ നിന്നും 10 ലാഖിലോട്ട് പോയി. അതായത് ഇവിടെ 8,765 എന്നുള്ളത് 87,650 8,76,500 87,65,000 അതായത് വലത് സൈഡിൽ ഓരോ 0 കൊടുക്കും തോറും ഓരോ ഡിജിറ്റ് മാറുന്നതനുസരിച്ച് സംഖ്യയുടെ വില എങ്ങനെ കയറിപ്പോകുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഇതേപോലെ 4 ഡിജിറ്റ് സംഖ്യ വന്നാൽ നമുക്ക് 4 അതിൽ നിന്ന് 1 കുറച്ചിട്ടുള്ള സംഖ്യ ഗുണിക്കാം. അപ്പം 4 3 12 സംഖ്യകൾ കിട്ടും. 5 ഡിജിറ്റ് ആണെങ്കിൽ 5 4 20 സംഖ്യകൾ കിട്ടും. ഇത് എഴുതേണ്ട എളുപ്പ രീതി എന്ന് പറയുന്നത് ഈ രീതിയിൽ എഴുതുക. അതായത് 1000-ന്റെ സ്ഥാനത്ത് സംഖ്യകൾ ക്രമപ്പെടുത്തി വെച്ചിട്ട് ബാക്കി ഡിജിറ്റ് മാറ്റി മാറ്റി എഴുതുക. ഓക്കെ, ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 1000-ന്റെ സ്ഥാനത്ത് 1 വന്നു, 100-ന്റെ സ്ഥാനത്ത് 2 വന്ന സംഖ്യയാണ്. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 1000-ന്റെ സ്ഥാനത്ത് 8ഉം 100-ന്റെ സ്ഥാനത്ത് വലിയ സംഖ്യയുമാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി ചെയ്യുക. ക്രിസ്മസ് ആഘോഷിക്കുക. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു.